അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ചൊല്ലാൻ എളുപ്പമുള്ള, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന, ഒരുപാട് ശ്രേഷ്ഠതയുള്ള, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് മിന്നൽ വേഗത്തിൽ നിറവേറി മഹത്വമേറിയ ഒരു ദിക്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലേണ്ടത് ഇന്ന് പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന രാവാണ്. മുത്തുനബിയുടെ ജന്മദിന രാവാണ് ഇന്നത്തെ രാവിലോ അല്ലെങ്കിൽ മുത്തുനബിയുടെ ജന്മദിനമായ നാളത്തെ ദിവസം റബീഉൽ അവ്വൽ 12 നിങ്ങൾ ഈ കാര്യം ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും. നിങ്ങളുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. കാരണം ഈ ദിക്ർ അത്രക്കും വലിയ മഹത്വമേറിയ ഒരു ദിക്റാണ്. അതോടൊപ്പം ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 രാവ്, നാളെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 ദിവസം ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലി അല്ലാഹുവിനോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതിലൂടെ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരുന്നതാണ്. ഈ ദിക്ർ മെൻസസ്സുള്ള സ്ത്രീകൾക്ക്, അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റും. ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ തീപ്പാറും വേഗത്തിൽ നിറവേറ്റിത്തരും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, നാം എല്ലാവരും ഇപ്പോൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മാസത്തിൽ നമ്മൾ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കണം. എന്നാൽ നമ്മൾ ഈ ദിക്ർ ചൊല്ലുന്നത് ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ദുആ എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആലയും അത്രയ്ക്കും അടുപ്പത്തിലാണ്, അത്രയ്ക്കും വലിയ ബന്ധമാണ് അവർ തമ്മിൽ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും ഈ ലോകത്തെയുമൊക്കെ പടക്കാൻ തന്നെ കാരണം നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല പടക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മെയും ഈ ലോകത്തെയും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല പടക്കില്ല എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ, അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ്, ജന്മമാസമാണ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രത്തോളം റബ്ബ് സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് എന്ത് പറഞ്ഞാലും അത് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതിനോടൊപ്പം റബ്ബ് സുബ്ഹാനഹു തആലയുടെ നാമം ചൊല്ലുന്നുണ്ട്, ഒരു ദിക്ർ ചൊല്ലുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്നും നിറവേറ്റിയെടുക്കാനുണ്ടെങ്കിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക എന്ന്. എന്നാൽ ഞാൻ അത് ഉറപ്പായിട്ടും നിങ്ങൾക്കത് സാധിപ്പിച്ചു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ നാമവും അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പടപ്പായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്തും നമ്മൾ ചൊല്ലിക്കൊണ്ട്
നമ്മൾ ദുആ ചെയ്താൽ ഉറപ്പാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകിയ മാസമായ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ദുആ ചെയ്താൽ ഉറപ്പാണ് റബ്ബ് സുബ്ഹാനഹു തആല അത് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മിന്നൽ വേഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാതെ പോകല്ലേ. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെറും 15 മിനിറ്റ് മാത്രം ചിലവഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ബറകത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ, കടങ്ങൾ വീട്ടിത്തരട്ടെ, രോഗങ്ങൾ മാറ്റിത്തരട്ടെ. കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു പല സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല നാം ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ, ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും നാം എല്ലാവരെയും വിജയിപ്പിക്കട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഒരുമിച്ച് നിൽക്കാനും മുത്തുനബിയെ കാണാനും റബ്ബ് സുബ്ഹാനഹു തആലയെ കാണാനും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം ഉണർത്തുന്നത് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കണം, ധാരാളം സ്വലാത്ത് ചൊല്ലണം. അതിന് നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. ഒരിക്കൽ ഒരു സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, മുത്തുനബിയെ, ആരാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് എന്ന്. എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഈ കാര്യത്തിൽ പിശുക്ക് കാണിക്കേണ്ട. നിങ്ങൾ സ്വലാത്ത് എത്രത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുന്നുണ്ടോ അത്രത്തോളം പ്രതിഫലമാണ് ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുക. സ്വലാത്ത് ചൊല്ലുന്നവരെ അല്ലാഹു സുബ്ഹാനഹു തആല എപ്പോഴും കാത്തു രക്ഷിച്ചു കൊണ്ടേയിരിക്കും. അവർ ഒരു അപകടത്തിലും പെടില്ല. സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ദാരിദ്ര്യമുണ്ടാകില്ല, കടങ്ങൾ ഉണ്ടാകില്ല, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകില്ല. എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു തആല അവരെ രക്ഷപ്പെടുത്തും. ആരുടെയും മുന്നിൽ അവരെ തോൽപ്പിക്കില്ല. എല്ലായിടത്തും അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എവിടെയും അവർ തളരില്ല. അവർ എന്ത് തുടങ്ങിയാലും അവർക്ക് അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് എല്ലാ കാര്യത്തിലും ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. അവരുടെ കുടുംബത്തിൽ അല്ലാഹു അവർക്ക് ബറക്കത്ത് ചെയ്യും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും റാഹത്തും ഐശ്വര്യവും റബ്ബ് സുബ്ഹാനഹു തആല നൽകും. മാത്രമല്ല, എന്തിനേറെ പറയുന്നു, റബ്ബ് സുബ്ഹാനഹു തആല പരലോകത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല വലിയ വിജയമാണ് അവർക്ക് നൽകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചിട്ടും ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക, മൗലിദ് പാരായണം ചെയ്യുക, മുത്തുനബിയുടെ പേരിൽ ധാരാളം മദ്ഹ് പറയുക. അവിടത്തോട് മുഹബ്ബത്ത് വരുന്ന, ഇഷ്ടം വരുന്ന, സ്നേഹം വരുന്ന എന്തെല്ലാം കാര്യങ്ങൾക്ക് ഹലാലായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെയും ധാരാളം അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയധികം നിങ്ങളോട് മുത്തുനബിയെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ, മുഹബ്ബത്തുണ്ടാകാൻ, മുത്തുനബിയുടെ പേരിൽ ധാരാളം മൗലിദ് പാരായണം ചെയ്യാൻ, സ്വലാത്തിനെ അധികരിപ്പിക്കാൻ, ധാരാളം അവിടത്തേക്ക് മദ്ഹുകൾ പറയാൻ ഞാൻ പ്രത്യേകം പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ദുനിയാവിൽ നിന്ന് നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആരെയാണോ സ്നേഹിക്കുന്നത്, അവരുടെ കൂടെയായിരിക്കും നീ നാളെ ഉണ്ടാകുക എന്ന്. അതായത് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആരുമില്ലാത്ത മഹ്ശറയിൽ നിന്ന് ആരും നമ്മെ തിരിഞ്ഞു നോക്കില്ല. നമ്മുടെ
ഉമ്മ നമ്മെ തിരിഞ്ഞു നോക്കില്ല. നമ്മുടെ ഉപ്പ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിലും ഉപ്പ നമ്മെ ശ്രദ്ധിക്കുക പോലുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ, മക്കൾ, നമ്മുടെ സ്നേഹിതന്മാർ, നമുക്ക് ഈ ദുനിയാവിൽ വേണ്ടപ്പെട്ടവർ ആരും തന്നെ മഹ്ശറയിൽ നമ്മെ സഹായിക്കാൻ വരില്ല. ആരും തിരിഞ്ഞു നോക്കില്ല, നമ്മുടെ പരിഭവങ്ങൾ കേൾക്കില്ല, നമ്മൾ പറയുന്നതിന് ഒരു മറുപടിയും ആരും നൽകില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നമ്മെ സഹായിക്കാൻ, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ സ്വലാത്തിനെ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ, മുത്തുനബിയോട് സ്നേഹമുണ്ടാകാൻ, മുഹബ്ബത്തുണ്ടാകാൻ, അതോടുകൂടി നിങ്ങൾക്ക് ആഖിറത്തിലും ദുനിയാവിലും വലിയ വിജയമുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും നല്ല മനസ്സ് നൽകട്ടെ, ഈമാൻ നൽകട്ടെ, ജീവിതത്തിൽ വിജയം നൽകട്ടെ. മുത്തുനബിയെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ വിഷയത്തിലേക്ക് കടക്കാം. അതായത്, നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. മാത്രമല്ല, ഒരുപാട് ആളുകൾ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. രോഗങ്ങൾ ഉള്ളവരുണ്ട്, കടങ്ങൾ ഉള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കല്യാണം ശരിയാകാത്തവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, ഉള്ള ജോലിയിൽ ശമ്പളം കുറവായവരുണ്ട്, ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരാണ് എല്ലാവരും. മാത്രമല്ല, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും ഒരു പരിഹാര മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ മഹത്വമേറിയ ഒരു നാമമാണ് യാ സമദ്. യാ സമദ് അല്ലാ, യാ സമദു യാ അല്ലാ, യാ സമദു യാ അല്ലാ, യാ സമദു യാ അല്ലാ, ആരെയും ആശ്രയിക്കാത്തവൻ. ഈ ഒരു ഇസ്മ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിതത്തിൽ ധാരാളം ചൊല്ലുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫ്രീയായി കിട്ടുന്ന സമയത്ത്, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും അതുപോലെ മറ്റുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോഴുമൊക്കെ നിങ്ങൾ യാ സമദു യാ അല്ലാ, ആരെയും ആശ്രയിക്കാത്തവൻ എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ ഇസ്മ നിങ്ങൾ ധാരാളം ചൊല്ലി നോക്കൂ. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല. അത് സാമ്പത്തികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ട് മറ്റുള്ളവർ നിങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വരില്ല. നമുക്കറിയാം, ഇന്നത്തെ ഈ കാലത്തൊക്കെ മക്കൾക്കൊക്കെ മാതാപിതാക്കളെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അവർക്ക് വലിയ മടിയാണ്. അവർക്ക് മാതാപിതാക്കൾ ഒരു ഭാരമായി തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും ഇന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെയും രോഗങ്ങൾ പിടിപെട്ടാൽ നമ്മൾ നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ ആശ്രയിക്കേണ്ടി വരും, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ഒരു ദിക്ർ നിത്യവും പതിവായി ചൊല്ലുന്ന ആളുകളാണെങ്കിൽ, അത് ചുരുങ്ങിയതൊരു 10 പ്രാവശ്യമാണെങ്കിലും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് രോഗങ്ങൾ നൽകിയിട്ട് മറ്റുള്ളവരുടെ സഹായം കിട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ രോഗം എത്തിക്കില്ല. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല ആക്കി തീർക്കില്ല. മാത്രമല്ല, സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവും നിങ്ങൾക്കുണ്ടാകില്ല ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ. ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുന്നവരാണെങ്കിൽ ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല. ഭക്ഷണത്തിന് നിങ്ങൾക്ക് പ്രയാസമുണ്ടാകില്ല. നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ജീവിക്കാൻ ആവശ്യമായത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഒരു കുറവും അതിൽ വരുത്തില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയെ നിങ്ങൾ പുകഴ്ത്തി പറയുകയാണ്, യാ സമദു യാ അല്ലാ, യാ സമദു യാ അല്ലാ, ആരെയും ആശ്രയിക്കാത്തവൻ. അത് നിങ്ങൾ നിത്യവും പറയുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും ആരെയും ആശ്രയിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ വകയും എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഐശ്വര്യത്തോടു കൂടിയും റാഹത്തോടു കൂടിയും ബറക്കത്തോടു കൂടിയും ദുനിയാവിലും ആഖിറത്തിലും വിജയം ഉണ്ടായിക്കൊണ്ടും നിങ്ങളുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റി തീർക്കും. അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ്, ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ യാ സമദു യാ അല്ലാ എന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ തീ പാറും വേഗത്തിൽ നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിയത്, റബ്ബ് സുബ്ഹാനഹു തആല ആ ഉദ്ദേശം നിങ്ങൾക്ക് നടത്തിത്തരും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ചൊല്ലേണ്ടത് യാ സമദു യാ അല്ലാ എന്ന ഈ ദിക്ർ നിങ്ങൾ 1000 തവണയാണ്. 1000 തവണ യാ സമദു യാ അല്ലാ, യാ സമദു യാ അല്ലാ, യാ സമദു യാ അല്ലാ എന്ന് ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട. ഏറിപ്പോയാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയുന്നതേയുള്ളൂ. ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചൊല്ലേണ്ടത് ആദ്യം തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു 11 സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുക. എന്നതിൻ്റെ ശേഷം യാ സമദു യാ അല്ലാ എന്ന ഈ ഇസ്മ നിങ്ങൾ 1000 പ്രാവശ്യം ചൊല്ലുക. 1000 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് വീണ്ടും 11 പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല കണ്ണീരോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയുക, ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും, ജീവിതത്തിൽ സമാധാനം നൽകും, ഐശ്വര്യം നൽകും. ഇതിന് നിങ്ങൾ വെറും ഒരു 15 മിനിറ്റോ ഏറിപ്പോയാൽ ഒരു 25 മിനിറ്റോ നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നൽകും, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുക. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ് ഈ റബീഉൽ അവ്വൽ മാസം. മാത്രമല്ല മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഈ ദിക്ർ ചൊല്ലുന്നത്. ഈ ദിക്റാണെങ്കിലോ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാണ്. എങ്ങനെ നോക്കിയാലും നമുക്ക് നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു നിറവേറ്റിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ. ഇന്നു മുതൽ നമുക്ക് എല്ലാ ദിവസവും ഒരു 100 സ്വലാത്തെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല മരണം വരെ നമുക്ക് സമാധാനം നൽകട്ടെ, സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ, ദാരിദ്ര്യത്തോടുകൂടിയുള്ള ജീവിതത്തിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, കടങ്ങൾ വീട്ടിത്തരട്ടെ. നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വിജയം നൽകട്ടെ, നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു നിറവേറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.